എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2025 ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അധികം ലോങ് ആയിട്ട് വിളിച്ച് നീട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ രാവിലെ ഞാൻ സുബഹി നിസ്കരിക്കാനായിട്ട് നിന്നു. പിന്നെ ഫ്രൈഡേ എന്നും ചെയ്യുന്ന പോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരം ഒത്തും കഴിഞ്ഞപ്പോഴത്തേന് ഐറു എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവളെ ഫീഡ് ചെയ്യാനായിട്ട് നിന്നിട്ട് ഞാനും അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 8 മണിക്കാണ് പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഈ ഒരു കൊല്ലത്തെ പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജനുവരി ഈ ഒരു തീമിലാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്പെഷ്യലി അത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു തീം കാണാനായിട്ട്. സോ ഞാൻ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. അതിനുശേഷം പിന്നെ നേരെ ബെഡ് എന്തെയും പോലെ തന്നെ ബെഡ് മേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. സോ അത് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. എനിക്ക് അത്ര വലിയ അടിപൊളി കൊല്ലമായിരുന്നില്ല അത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇയർ അടിപൊളി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് പ്രകൃതിനെ ഒന്ന് ആസ്വദിക്കാൻ മീൻസ് ജസ്റ്റ് വീഡിയോസ് എടുത്തത് മാത്രം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരകി അതിനുശേഷം പിന്നെ ആവിയിൽ പഴം വേവിക്കാനായിട്ട് വെച്ചു. ആദ്യമൊന്നും ഞാൻ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുകയേ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഞാൻ ചെറുപഴം കൂട്ടിയിട്ട് പുട്ട് കഴിക്കും. പക്ഷേ ഈ നേന്ത്രപ്പഴം കൂട്ടിയിട്ട് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കത് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വെറുതെ ഒന്ന് കഴിച്ചു നോക്കി. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സോ ഇന്ന് കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടോ. ഇത് മതി എന്ന് പറഞ്ഞു. കാരണം നമുക്ക് സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പം അങ്ങനെ പുട്ട് ഇപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പം നമ്മൾ ഐറമ്മ എണീറ്റിട്ടുണ്ട്. അവൾക്ക് പഴം ജസ്റ്റ് വാട്ടൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു. അപ്പോൾ അവൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ കുത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐറോസിനും എനിക്കും 2-3 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ. അവൾക്ക് ഒരാഴ്ച തുടങ്ങിയ പനിയായിരുന്നു. പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഇതാക്കിയിട്ട് അവളുടെ പനി ഇങ്ങനെ മാറാതായപ്പോൾ നേരെ അത് എനിക്ക് പാസ് ചെയ്തു. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2024 ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ന്യൂ ഇയർ ഈ വർഷം പോയി കിട്ടിയെന്ന് വിചാരിച്ചു. കാരണം എങ്ങോട്ട് പോയി ആഘോഷിക്കുന്നില്ല, പക്ഷെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ആശ്വാസമായി. ന്യൂ ഇയർ പോയില്ലല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ ഇന്ന് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുട്ടും പഴവും കഴിച്ച് ഞാനും വിട്ടു. അങ്ങനെ ഫുള്ള് പുട്ടൊക്കെ കഴിച്ച് ഐറോനും മരുന്ന് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അവൾക്കൊരു ലോഡ് മരുന്നുണ്ട്. അതായത് വിറ്റാമിൻ്റെ മരുന്നുകളും പിന്നെ ഇപ്പോൾ ജലദോഷത്തിൻ്റെയും ചുമടിയും പനിയുടെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ മുറ്റത്ത് കുറച്ച് നേരം കളിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. ഞാനും അവളും കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ കളിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒരു ഉറക്കം തൂങ്ങിയിട്ടൊരു വർഷം തോന്നുന്നു. എനിക്ക് കിടന്ന അപ്പോൾ ഉറക്കം വരും. അങ്ങനെ ഐറോനൊപ്പം കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നു. പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. മേലെ ഉമ്മ അടിച്ച് വരെ തുടച്ചിട്ടുണ്ടായിരുന്നു. സോ താഴത്തെ ഡ്യൂട്ടി ഞാനായിട്ട് എടുത്തു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുളിക്കാനായിട്ട് ചെന്നു. അങ്ങനെ നല്ലൊരു കുളി പാസ്സാക്കിയതിന് ശേഷം പുറത്ത് കൊണ്ടുപോയ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് നേരെ സ്കിൻ കെയർ ചെയ്യാനായിട്ടിരുന്നു. കാരണം 1 മന്തോളമായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിപ്പോൾ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് സ്കിൻ കെയറിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ ഞാൻ വീണ്ടും പ്ലമ്മിൻ്റെ ടോണറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പോയി വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. സോ ഫുഡിന് ചോറ്, കുമ്പളങ്ങക്കറി, മീൻ പൊരിച്ചത്, കായപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ളുഹർ നിസ്കരിക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസറും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സമാധാനത്തിലിരുന്ന് ചായ കുടിച്ചു. ചായയും ഗുഡ് ഡേ ബിസ്ക്കറ്റും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.